എല്ലാവർക്കും നമസ്കാരം. 1958 ജൂൺ 26 ജ്ഞാനലക്ഷ്മിയുടെയും ഗോപിനാഥൻ പിള്ളയുടെയും മകനായാണ് സുരേഷ് ഗോപിയുടെ ജനനം. സുഭാഷ്, സുനിൽ, സനൽ എന്നിവരാണ് സുരേഷ് ഗോപിയുടെ സഹോദരങ്ങൾ. 1965 സേതുമാധവൻ സംവിധാനം ചെയ്ത ഓടയിൽ നിന്ന് എന്ന പ്രസിദ്ധമായ ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ചാണ് സുരേഷ് ഗോപി തന്റെ 7-ാം വയസ്സിൽ സിനിമാ ജീവിതത്തിന് ആരംഭം കുറിച്ചുവെച്ചത്. തന്റെ ആദ്യകാല വിദ്യാഭ്യാസം കൊല്ലം ജില്ലയിലെ ഇൻഫന്റ് ജീസസ് സ്കൂളിലാണ്. ശേഷം കേരള സർവകലാശാലയിലും ഫാത്തിമ മാത നാഷണൽ സ്കൂളിലും പഠനം നടത്തിയിട്ടുണ്ട്. പിന്നീട് 1984 നിരപരാധി എന്ന തമിഴ് സിനിമയിൽ ബാലൻ എന്ന കഥാപാത്രമായി நான் இவங்களை எங்கேயோ பார்த்திருக்கேன். மிஸ்டர் பாலன், ராதா என் வருங்கால மனைவி. 1985 വേഷം എന്ന തമിഴ് സിനിമയിലും ഇദ്ദേഹം അഭിനയിച്ചു. ടി. ബാലഗോപാലൻ MA എന്ന സിനിമയിലെ ഈ സീനോടുകൂടി മലയാള സിനിമയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. പിന്നീട് 1986 രാജാവിന്റെ മകൻ എന്ന സിനിമയിൽ ശ്രദ്ധേയമായ ഒരു വേഷവും ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. രാജാവിന്റെ മകൻ എന്ന സിനിമയിലെ ഈ രംഗം കാണുമ്പോൾ നിങ്ങൾക്കും എനിക്കുമെല്ലാം ഓർമ്മ വരുന്നത് ഒരേ സംഭവമായിരിക്കും. നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയ്ക്കും അതിൻ്റെ നേതാക്കന്മാർക്കും ഈ രംഗത്തിലെ നേതാവിനും സാമ്യമുള്ളതായി തോന്നുന്നു. 1986 പുറത്തിറങ്ങിയ സായം സന്ധ്യ മുതലായ ചില സിനിമകളിൽ ഇദ്ദേഹം വില്ലനായും അഭിനയിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപി അഭിനയിച്ചിട്ടുള്ള മലയാളികൾ ഒരിക്കലും മറക്കാത്ത ഒരു കഥാപാത്രമാണ് ഭരത് ചന്ദ്രൻ IPS. മിസ്റ്റർ ഭരത് ചന്ദ്രൻ ഇപ്പോൾ പോലീസ് കമ്മീഷണർ കോഴിക്കോട് അല്ലേ? പിന്നീട് 20-ാം നൂറ്റാണ്ട് പോലുള്ള മലയാള സിനിമകളിലും പല ശ്രദ്ധേയമായ വേഷങ്ങളും ഇദ്ദേഹം അണിഞ്ഞിട്ടുണ്ട്. മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമായി ഏകദേശം 250-ലും സിനിമകളിൽ ഇദ്ദേഹം ഇതുവരെ അഭിനയിച്ചിട്ടുണ്ട്. ഈ അടുത്തിറങ്ങിയ പാപ്പൻ, മേം ഹൂ മൂസ എന്നീ സിനിമകളിലും സുരേഷ് ഗോപി വളരെയധികം ശ്രദ്ധേയമായ വേഷങ്ങളാണ് അഭിനയിച്ചിട്ടുള്ളത്. മലയാളികൾ ഒരിക്കലും മറക്കാത്ത സുരേഷ് ഗോപിയുടെ മറ്റൊരു മുഖമാണ് നിങ്ങൾക്കുമാകാം കോടീശ്വരൻ എന്ന ഗെയിം ഷോയിലെ അവതാരകന്റെ മുഖം. ഇനി ചെറിയ സ്വപ്നങ്ങളില്ല. പുതിയ ആകാശം, പുതിയ ഭൂമി, പുതിയ വർണ്ണങ്ങൾ, പുതിയ ചരിത്രം രചിക്കാൻ കം ലെറ്റ്സ് പ്ലേ നിങ്ങൾക്കുമാകാം കോടീശ്വരൻ. 1990 ഫെബ്രുവരി 8 സുരേഷ് ഗോപി രാധിക നായരെ വിവാഹം കഴിക്കുന്നത്. ഇവർക്ക് 5 മക്കളാണ് ഉള്ളത്. ലക്ഷ്മി സുരേഷ്, ഗോകുൽ സുരേഷ്, ഭാഗ്യ സുരേഷ്, ഭവനി സുരേഷ്, മാധവ് സുരേഷ്. മകളായ ലക്ഷ്മി സുരേഷ് വാഹനാപകടത്തിൽ മരണപ്പെട്ടു. മകളുടെ മരണം ഈ മനുഷ്യസ്നേഹിയുടെ മനസ്സിലെ ഒരു ഉണങ്ങാത്ത മുറിവായി അവശേഷിക്കുന്നു. ഇത്രയും ദേശസ്നേഹിയും മനുഷ്യസ്നേഹിയുമായ ഒരു വ്യക്തിയെ ഇനി കണ്ടുകിട്ടിയെന്ന് വരില്ല. മരണപ്പെട്ടുപോയ ലക്ഷ്മി എന്ന മകളുടെ പേരിൽ ഇദ്ദേഹത്തിന് ഒരു ട്രസ്റ്റുണ്ട്. ഈ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പല ആദിവാസി ദരിദ്ര കുടുംബങ്ങൾക്കും ഇപ്പോഴും ധനസഹായങ്ങൾ ചെയ്തു വരുന്നു. തന്റെ വിവാഹ വാർഷികത്തിന്റെ ഭാഗമായി മുക്കമ്പുഴ ആദിവാസി ഊരിന് ഇദ്ദേഹം ഒരു ഫൈബർ ബോട്ട് സമ്മാനിച്ചതും വളരെയധികം ശ്രദ്ധേയമാണ്.
ആദിവാസികൾ നേരിടുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളിലും ഇദ്ദേഹം ഇടപെടുന്നതായി കാണാം. ആദിവാസികളുടെ ജലക്ഷാമത്തിൽ ഇദ്ദേഹം ഇടപെട്ടിട്ടുണ്ട്. ഇവരുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഇദ്ദേഹത്തിന്റെ പ്രസംഗവും ശ്രദ്ധേയമാണ്. I attended 27 meetings, clogging 4 to 5 colonies into one meeting, and in the effect, almost 130 to 40 colonies in Wayanad district. Sir, drinking water, housing, in all these areas. See, I was so astonished, annoyed. ഇടമലക്കുടിയിലും ഈ മനുഷ്യസ്നേഹിയുടെ കരങ്ങൾ എത്തിച്ചേർന്നു. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കും ആശ്രയമായത് ഇദ്ദേഹം തന്നെയാണ്. ഇതെന്തുകൊണ്ട് കാണാതെയും കേൾക്കാതെയും പോകുന്നു? കഴിഞ്ഞ പ്രാവശ്യം അങ്കിതയുടെ വീട് നൽകി, അത് കഴിഞ്ഞു വന്ന് അഫ്സലിന്റെ വീടിന്റെ താക്കോൽദാനവും കഴിഞ്ഞ് കേരളത്തിൽ എയ്ഡ്സ് രോഗം ബാധിച്ച കുട്ടികളെ സമൂഹം ഒറ്റപ്പെടുത്തിയപ്പോൾ അവരെ സ്വന്തം മക്കളെ പോലെ കൈപിടിച്ച ജീവിതത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നതും ഈ മനുഷ്യസ്നേഹി തന്നെയാണ്. തൻ്റെ വരുമാനത്തിൻ്റെ വലിയൊരു ഭാഗവും ഇദ്ദേഹം സേവന പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചു വരുന്നു. ഈ സേവന പ്രവർത്തനങ്ങൾ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആത്മാർത്ഥതയാണ്. എന്നാൽ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ സേവന പ്രവർത്തനം കാണുമ്പോൾ മനസ്സിലാകുന്നത് അത് പാവപ്പെട്ടവൻ്റെ കഞ്ഞി കലത്തിൽ കൈയിട്ട് വാരി പൊതിച്ചോറുണ്ടാക്കി വിതരണം ചെയ്ത് സേവനത്തിൻ്റെ മാതൃകയാകാൻ അഹോരാത്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്നാണ്. ഈ ഭരത് ചന്ദ്രൻ IPSനെ തന്നെയാണ് കേരളത്തിന് ഒരു മന്ത്രിയായി ആവശ്യമുള്ളത്. സുരേഷ് ഗോപി കഴിഞ്ഞ പ്രാവശ്യവും തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് വിജയിക്കാനായില്ല. ഇത്രയേറെ ദേശസ്നേഹിയും മനുഷ്യസ്നേഹിയും സത്യസന്ധനുമായ ഒരു രാഷ്ട്രീയ നേതാവിനെ തൃശ്ശൂരിന് ഇനി കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇദ്ദേഹം തൃശ്ശൂരിൽ മത്സരിച്ചിട്ടും ഗവൺമെന്റ് ഷുഡ് ഹെൽപ്പ് ദം എന്ന് പറഞ്ഞയാളെയാണ് ജനങ്ങൾ വിജയിപ്പിച്ചത്. അതായത് ഷുഡ് എന്ന വാക്കിനു പകരം ഇദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത് ഷൂട്ട് എന്നാണ്. ഗവൺമെന്റ് മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ച് സഹായിക്കണമത്രേ. ഓരോ ലോക്സഭ നിയമസഭാ ഇലക്ഷൻ വരുമ്പോഴും ഇടത് വലത് പക്ഷങ്ങൾ കള്ളന്മാരും നിഷ്ക്രിയരുമായ രാജ്യത്തിനോട് ലെവലീസും പോലും കൂറില്ലാത്തവരെയാണ് സ്ഥാനാർത്ഥികളായി നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. എന്നാൽ മറവി രോഗമുള്ള ഈ ജനങ്ങൾ ഇവരെ തന്നെ MLA ആയും MP ആയുമെല്ലാം തിരഞ്ഞെടുക്കുന്നു. ഇവർ സ്ഥാനത്തിലേറി അഴിമതി നടത്തുമ്പോൾ അവരുടെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ അഴിമതിയെ വല്ലാതെയങ്ങ് വെളുപ്പിക്കുകയും മതേതരത്വമാകുന്ന കുപ്പായം അണിയിച്ച് ഇവരെ വീണ്ടും സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുപ്പിന് നിർത്തുകയും ചെയ്യുന്നു. പതിവ് പോലെ മറവി രോഗമുള്ള നമ്മുടെ ജനങ്ങൾ ഇവരെ വീണ്ടും തിരഞ്ഞെടുക്കുകയും ഇവർ അഴിമതികൾ തുടരുകയും ചെയ്യുന്നു. ഈ മതേതരത്വത്തിൻ്റെ പേര് പറഞ്ഞ് ഓരോ ഇലക്ഷനും കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്ന ഓരോ സ്ഥാനാർത്ഥികളെയും ശ്രദ്ധിച്ചാൽ അവർ ഒരിക്കലും അവരുടെ ജനങ്ങളോടോ നാടിനോടോ ഒരല്പം പോലും കൂറ് കാണിക്കുന്നതായി കാണുന്നില്ല. മതേതരത്വത്തിൻ്റെ കുപ്പായമണിഞ്ഞ ഈ സമാധാനത്തിൻ്റെ വെള്ളരി പ്രാവുകളാവുന്ന നേതാക്കൾ സ്വന്തം രാജ്യത്തെയും ജനങ്ങളെയും ഒറ്റുകൊടുത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി തീരുന്നു. ഒരു രാജ്യസ്നേഹിക്ക് മാത്രമേ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുവാൻ സാധിക്കുകയുള്ളൂ. ഒരു മതേതരവാദിക്ക് എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുവാൻ സാധിക്കുകയില്ല. അവൻ്റെ മതേതരത്വം കാപട്യം നിറഞ്ഞതാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ നാശം തടയുവാനായി ഇനിയെങ്കിലും ഈ മതേതരത്വം എന്ന മൂടുപടം അഴിച്ചുവെക്കാം. മതേതരത്വമാകുന്ന ആട്ടിൻ തോലിട്ട ചെന്നായകളെ ഇനിയെങ്കിലും വിജയിപ്പിക്കാതിരിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. പകരം സത്യസന്ധരും രാജ്യസ്നേഹികളുമായ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കൂ. CPM ഭരിക്കുന്ന കരുവന്നൂർ സഹകരണ ബാങ്കിൽ തട്ടിപ്പിനിരയായ ജനങ്ങൾക്കും ആശ്വാസമായത് ഈ മനുഷ്യസ്നേഹി തന്നെയാണ്. ഈ തട്ടിപ്പിനെതിരെ അദ്ദേഹം നടത്തിയ പദയാത്രയും ജനശ്രദ്ധയാകർഷിച്ചിരുന്നു. പാലക്കാട് സ്ഥാനാർത്ഥിയായി രാജ്യത്തിനു വേണ്ടി മാത്രം സേവനമനുഷ്ഠിക്കുകയും അഴിമതിയുടെ കറ തൻ്റെ ജീവിതകാലം ഇത്രയും ഒരിക്കലും പതിയാതെ പ്രവർത്തിച്ച രാജ്യനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഈ ശ്രീധരൻ എന്ന മഹാപുരുഷനെ തോൽപ്പിച്ചു മടക്കി അയച്ച പാലക്കാടത്തെ ജനങ്ങൾ യഥാർത്ഥത്തിൽ തങ്ങളെ തന്നെയാണ് തോൽപ്പിച്ചിട്ടുള്ളത്.
അപ്പോഴും മതേതരത്വത്തിന്റെ പേര് പറഞ്ഞ് ആട്ടിൻതോലണിഞ്ഞ ഒരു ചെന്നായിനെയാണ് അവർ വിജയിപ്പിച്ചത്. ഈ മനുഷ്യസ്നേഹിയെ വേണോ അതോ ആട്ടിൻതോലണിഞ്ഞ ചെന്നായ്ക്കളെ വേണോ എന്ന് തിരഞ്ഞെടുപ്പിന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. പെൻഷൻ കിട്ടാതെ വലഞ്ഞുകൊണ്ടിരുന്ന മറിയക്കുട്ടിയമ്മയ്ക്ക് പെൻഷൻ നൽകിയതും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് യാദൃശ്ചികമായി കണ്ടുമുട്ടിയ ക്യാൻസർ രോഗിയായ പെൺകുട്ടിയെ സഹായിച്ചതും കേരളത്തിൽ വെച്ച് സാമ്പത്തിക തട്ടിപ്പിനിരയായ ഒരു വിദേശ വനിതയ്ക്ക് പോലും ആശ്രയമായത് സുരേഷ് ഗോപിയാണ്. അവർക്ക് വേണ്ട നടപടികൾ സ്വീകരിക്കുവാനും അദ്ദേഹം മറന്നില്ല. 3 ദിവസങ്ങളോളം ആദിവാസി കോളനികൾ സന്ദർശിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയതുമെല്ലാം ഈ മനുഷ്യസ്നേഹി തന്നെയാണ്. ഈ സേവന പ്രവർത്തനങ്ങൾക്കെല്ലാം ഉപയോഗിക്കുന്ന പണം സുരേഷ് ഗോപി തൻ്റെ അധ്വാനത്തിലൂടെ ഉണ്ടാക്കിയതാണ്. ഒരു ചില്ലിക്കാശ് പോലും ദാനമായി സ്വീകരിച്ചുകൊണ്ട് ഒരു സേവന പ്രവർത്തനവും ഇദ്ദേഹം നടത്തുന്നില്ല. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്കെതിരായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ നോക്കാം. ഒന്നാമതായി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മുരളീധരനാണ്. കഴിഞ്ഞ പ്രാവശ്യം TN പ്രതാപനാണ് മത്സരിച്ചിരുന്നത്. എന്നാൽ ഇപ്രാവശ്യം തോൽവി മണത്തതുകൊണ്ട് തന്നെ ആ തോൽവിയെ മുരളീധരന്റെ തലയിൽ വെച്ച് മുരളീധരനെ പാർട്ടിയിൽ നിന്നു തന്നെ ഒഴിവാക്കി പാർട്ടിയിൽ കൂടുതൽ സ്ഥാനമാനങ്ങൾ പറ്റുക എന്നതാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന ഉദ്ദേശം. കെ മുരളീധരനും ഇത്തരത്തിലുള്ള തിരിച്ചടികൾ അർഹിക്കുന്നു. കാരണം ഏറ്റവും കൂടുതൽ ഇസ്ലാമിസ്റ്റുകളെ അനുകൂലിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ വോട്ട് നേടുവാൻ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ തന്നെയാണ്. കേരളത്തിൽ പ്രീണന രാഷ്ട്രീയം കൊണ്ടുവന്നത് ഈ കരുണാകരൻ തന്നെയാണ്. കരുണാകരൻ കൊണ്ടുവന്ന ആ ദുരന്തമാണ് ഇന്ന് കേരളത്തിലെ ഒട്ടുമിക്ക ജനങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കെ മുരളീധരൻ ഒരു മതേതരവാദിയാണ്. പക്ഷേ ആ മതേതരത്വം ഇസ്ലാമിന് വേണ്ടിയുള്ള മതേതരത്വമാണ്. കേരളത്തിൽ മുഖ്യമായുള്ള 3 മതങ്ങളെയും തുല്യമായി കണ്ടാൽ മാത്രമേ അത് മതേതരത്വമാവുകയുള്ളൂ. ഹിന്ദു അമ്പലത്തിൽ പോയാൽ, ക്രിസ്ത്യാനി പള്ളിയിൽ പോയാലും അത് വർഗീയത. എന്നാൽ മുസ്ലിമുകൾ പള്ളിയിൽ പോയാലോ 5 നേരം നിസ്കരിച്ചാലോ എന്തെങ്കിലും പ്രധാനപ്പെട്ട പരിപാടിയുടെ ഇടയിൽ നിന്ന് പോലും എനിക്ക് നിസ്കരിക്കണമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയാൽ പോലും അത് മതേതരത്വമാകുന്നു. അടുത്തതായി ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി സുനിൽ കുമാറാണ്. ഇദ്ദേഹം കേരളത്തിന്റെ കൃഷിമന്ത്രിയായി കുറെ കാലം ഇരുന്നു. കേരളത്തിന് ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല. ഇദ്ദേഹവും ഒരു കപട മതേതരവാദിയാണ്. കേരളത്തിന്റെ വളർച്ചയെ മുരടിപ്പിക്കുന്ന ഒരാൾ ഒരിക്കലും തൃശ്ശൂരിന് അനുയോജ്യനായ ഒരു സ്ഥാനാർത്ഥിയല്ല. കമ്മ്യൂണിസം എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം നാശവുമുണ്ട്. കമ്മ്യൂണിസം നിലവിലുണ്ടായിരുന്ന രാജ്യങ്ങളിൽ അവസാനം ഗതികെട്ടപ്പോൾ ജനങ്ങൾ തന്നെ ഇവരെ കല്ലെറിഞ്ഞ് ഓടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കും സുനിൽകുമാർ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കും ഇത് അധികം വൈകാതെ തന്നെ ലഭിക്കും. ലോക ചരിത്രത്തിൽ തന്നെ കമ്മ്യൂണിസം കൊണ്ട് വികസിതമായ ഒരു രാജ്യമില്ല. കമ്മ്യൂണിസം കൊണ്ട് പല രാജ്യങ്ങളിലും പട്ടിണിയും പരിവട്ടവും കൊണ്ട് ജനങ്ങൾ അത്രയേറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇല്ലാത്തതും നടപ്പാക്കാൻ പറ്റാത്തതുമായ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചാണ് ഇവർ എപ്പോഴും ഭരണത്തിലേറാറുള്ളത്. ഇതിലെ ഒരാൾ മാത്രമാണ് സുനിൽകുമാർ. ഇതുപോലത്തെ കുറേ എണ്ണം കേരളത്തിലുണ്ട്. സുനിൽകുമാർ കേരളത്തിൻ്റെ കൃഷിമന്ത്രി ആയിരുന്നല്ലോ. ആ കാലത്ത് കേരളത്തിന് കൃഷിയുടെ കാര്യത്തിൽ എടുത്തു പറയത്തക്കതായ ഒരു കാര്യം പോലും കൃഷി വകുപ്പിൽ ഇദ്ദേഹം കൊണ്ടുവന്നിട്ടില്ല. കർഷകരിൽ നിന്നും നെല്ല് ശേഖരിച്ച വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ നെല്ലിൻ്റെ തുക അവർക്ക് നൽകിയിട്ടില്ല. ആ നെല്ലിൻ്റെ വില കിട്ടാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്ത ഒരുപാട് കർഷകർ കേരളത്തിലുണ്ട്. എന്നാൽ ഇവർ എപ്പോഴും ഉത്തരേന്ത്യയിലുള്ള കർഷക ആത്മഹത്യകളെ മാത്രമേ കാണാറുള്ളൂ. കേരളത്തിൽ നടക്കുന്ന കർഷക ആത്മഹത്യകളൊന്നും ഇവരുടെ കണ്ണിൽ പിടിക്കുകയില്ല. കേരളത്തിലെ കൃഷി നശിക്കുവാൻ കാരണവും ഈ പ്രസ്ഥാനം തന്നെയാണ്. സുരേഷ് ഗോപി ഇത്തവണ ജയിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ അറിവിലുള്ള 5 പേർക്കെങ്കിലും ദയവായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഹിന്ദുസ്ഥാൻ ഒരു വാക്ക് കേട്ടാല് നട്ടലിന്ന് നെറുകണ്ടല വരെ ഒരു വിറയലങ്ങോട്ട് കേറും. ആ തരിപ്പിന്റെ ബലത്തിലായി കണ്ട കാലം മയ്യത്താവണ്ട് മൂസ പിടിച്ചെന്ന്